എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു എം.ആർ. അജിത് കുമാറിനെ ചുറ്റിപ്പറ്റി കേരളത്തിൽ നടന്നത്. തൃശൂർ പൂരം കലങ്ങിയതിന് പിന്നിൽ അജിത് കുമാറിന്റെ കൈകളാണെന്നും മുഖ്യമന്ത്രിയുടെ ദൂതനായാണ് RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയെന്നും സ്വർണ്ണക്കടത്ത് സംഘവുമായുള്ള ബന്ധത്തിലൂടെ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്നും അങ്ങനെ ഒരു സമയത്ത് വാർത്തകളിൽ നിറഞ്ഞത് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന എം.ആർ. അജിത് കുമാറായിരുന്നു. ആരോപണങ്ങൾ തലവേദനയായപ്പോൾ സഹികെട്ട് മുഖ്യമന്ത്രിക്ക് നടപടിയെടുക്കേണ്ടി വന്നു. അത് മനസ്സില്ലാ മനസ്സോടെ. മുന്നണിയിൽ CPI അടക്കം നിലപാട് കടുപ്പിച്ചതോടെയാണ് അതുണ്ടായത്. നടപടി എന്ന് പറയുമ്പോൾ കടുത്ത നടപടിയൊന്നുമല്ല, പേരിനൊരു നടപടി. വിമർശിച്ചവരുടെ വായടപ്പിക്കാൻ, CPIയുടെ അതൃപ്തി ഇല്ലാതാക്കാൻ, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഒരു ചെറിയ നടപടി. ക്രമസമാധാന ചുമതലയിൽ നിന്ന് എം.ആർ. അജിത് കുമാറിനെ നീക്കി പകരം ADGP മനോജ് എബ്രഹാമിന് ക്രമസമാധാന ചുമതല നൽകി. തൽക്കാലത്തേക്ക് വിമർശനങ്ങൾ ഒതുക്കാൻ സർക്കാരിനായി. അജിത് കുമാറിനെതിരായ മറ്റന്വേഷണ റിപ്പോർട്ടുകൾക്കൊക്കെ ശേഷം കടുത്ത നടപടിയുണ്ടാകുമെന്നൊക്കെ കരുതിയിരുന്നവർക്ക് തെറ്റി. ഇന്നിതാ മന്ത്രിസഭായോഗം സുപ്രധാനമായ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. പലവിധ ആരോപണങ്ങളാൽ സർക്കാരിന് പ്രതിച്ഛായ നഷ്ടമുണ്ടാക്കിയ, വിവാദങ്ങളാൽ സർക്കാരിന് തലവേദനയുണ്ടാക്കിയ അജിത് കുമാറിന് DGP-ആയി സ്ഥാനക്കയറ്റം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി നൽകിയ ശുപാർശ അംഗീകരിക്കാൻ മന്ത്രിസഭായോഗത്തിന് കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല. ശുപാർശ അങ്ങ് കണ്ണും പൂട്ടി അംഗീകരിച്ചിരിക്കുന്നു. ഇനി 2025 ഇപ്പോഴത്തെ പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബ് വിരമിക്കുന്ന ഒഴിവിൽ അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകും. വിവാദങ്ങളൊന്നും ആ സ്ഥാനക്കയറ്റത്തിന് തടസ്സമായില്ല എന്ന് വ്യക്തം. ഇത്രയധികം ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും സ്ഥാനക്കയറ്റം നൽകാൻ തടസ്സമായില്ലേ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മന്ത്രി P. രാജീവിന്റെ മറുപടി കാണാം. പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച കാര്യങ്ങളെല്ലാം വരുള്ളൂ. സാധാരണ സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങൾ മാത്രമേ അതിനകത്ത് പ്രത്യേകിച്ച് പ്രതിപത്തിയോ പ്രത്യേകിച്ച് വിവേചനമോ കാണാൻ പാടില്ല എന്നുള്ളതാണല്ലോ ഞങ്ങളെല്ലാം എടുത്തിട്ടുള്ള പ്രതിജ്ഞ. അല്ല, അതിൽ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ടല്ലോ. ആ മാനദണ്ഡങ്ങൾ പരിശോധിച്ചിട്ടാണ് ഒരു കമ്മിറ്റി നൽകുക. ഞങ്ങൾ പരിശോധിക്കുമ്പോൾ അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ആരോടെങ്കിലും പ്രത്യേക താല്പര്യമോ ആരോടെങ്കിലും വിവേചനമോ മാനദണ്ഡങ്ങൾ പരിഗണിച്ചാണ് സ്ഥാനക്കയറ്റം എന്നാണ് സർക്കാരിന്റെ ഒരു വിശദീകരണം. അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനം പക്ഷേ രാഷ്ട്രീയ ആയുധമാക്കാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് ആരെന്ന് വ്യക്തമായി എന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആരാണ് ADGP അജിത് കുമാറിന്റെ പിന്നിലുള്ളത് ആരാണെന്ന് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. ADGP അജിത് കുമാറിനെതിരെ DGP അന്വേഷിക്കുമെന്ന് പറഞ്ഞു. ഇനി എന്ത് DGP അന്വേഷിക്കാൻ? അജിത് കുമാറിന് ഈക്വൽ റാങ്ക് കിട്ടുകയാണ്. DGP റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു DGP ലോ ആൻഡ് ഓർഡർ എന്ത് അന്വേഷിക്കാനാണ്? ഇനിയുള്ള അന്വേഷണങ്ങളൊക്കെ ഏത് രീതിയിലാകും വരിക എന്ന ഒരു ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. എന്തായാലും നമുക്കിനി പരിശോധിക്കാം ആരായിരുന്നു എം.ആർ. അജിത് കുമാർ. എങ്ങനെയാണ് അജിത് കുമാർ ഇപ്പോൾ ഒരു DGP പദവിയിലേക്ക് വരെ എത്തിയിരിക്കുന്നത്? എന്തൊക്കെ ആരോപണങ്ങൾ അജിത് കുമാറിനെതിരെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. എം.ആർ. അജിത് കുമാർ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP ആയിരുന്നു. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായാണ് അറിയപ്പെടുന്നത്. ഇടത് സർക്കാരിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനായി അജിത് കുമാർ അറിയപ്പെടുന്നു. മുഖ്യമന്ത്രിയുടെ മാത്രമല്ല, പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയുടെയും ഫോണിന്റെ മറുതലക്കിൽ എപ്പോഴും എന്തിനും തയ്യാറായ ജ്ഞാനവർത്തിയായി അജിത് കുമാർ ഉണ്ട് എന്നതാണ് പതിവ് ആരോപണം. ഒപ്പം പോലീസ് സേനയിലെ സൂപ്പർ DGP എന്ന പേര് കൂടിയുണ്ട് അജിത് കുമാറിന്. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലെ ദൈനംദിന പ്രവർത്തനമൊക്കെ നിയന്ത്രിച്ചിരുന്നത് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന അജിത് കുമാർ ആയിരുന്നു നേരത്തെ. എന്തായാലും എങ്ങനെയാണ് ഒരു നടപടി നേരത്തെ അജിത് കുമാറിനെതിരെ ഉണ്ടായത് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. തുടരെയുണ്ടായ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് അജിത് കുമാറിന് നടപടി വരുന്നത്. ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ആ സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ നീക്കിയത്. പ്രതിപക്ഷം മാത്രമല്ല, മുന്നണിക്കുള്ളിൽ നിന്നടക്കം വലിയ എതിർപ്പുണ്ടായിരുന്നു. CPI ആയിരുന്നു കടുത്ത നിലപാട് സ്വീകരിച്ചത്. അപ്പോൾ CPI കൂടി അതിശക്തമായി രംഗത്തെത്തിയതോടുകൂടിയാണ് സർക്കാരിന് ഒരു നടപടിയിലേക്ക് നീങ്ങേണ്ടി വന്നത്. ഇനി ആരോപണങ്ങളും വിവാദങ്ങളും പരിശോധിച്ചാൽ അതിൽ ഒന്നാം സ്ഥാനത്ത് ADGP RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച തന്നെയാണ്. അത് തന്നെയായിരുന്നു സർക്കാരിനെ ഏറ്റവും കൂടുതൽ വെട്ടിലാക്കിയതും. അജിത് കുമാർ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ്. 2023 മെയ് 22-നാണ് RSS ജനറൽ സെക്രട്ടറിയായിരുന്ന ദത്താത്രേയ ഹൊസബളയുമായി അജിത് കുമാറിന്റെ സന്ദർശനം കൂടിക്കാഴ്ച നടന്നത്. അത് പാറമേക്കാവ് വിദ്യാമന്ദിറിൽ വെച്ചായിരുന്നു. അവിടെ RSS ക്യാമ്പിനിടെ സന്ദർശനം നടത്തുന്നു. മറ്റൊരു RSS ഭാരവാഹിക്കൊപ്പമാണ് ഔദ്യോഗിക കാറൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു സ്വകാര്യ കാറിൽ എം.ആർ. അജിത് കുമാർ അവിടെ സന്ദർശനം നടത്തുന്നത്. അതിൽ ഒരു അന്വേഷണം ഒക്കെ നടന്നു. അന്ന് നടത്തിയ കൂടിക്കാഴ്ച അത് വെറും വ്യക്തിപരമായിരുന്നു എന്നായിരുന്നു അജിത് കുമാർ നൽകിയ വിശദീകരണം. കഴിഞ്ഞില്ല. BJP മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ റാം മാധവുമായും 2 തവണ
ADGP കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഒക്കെ നൽകുന്ന റിപ്പോർട്ട്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ കൂടിക്കാഴ്ചകൾ നടത്തിയെന്നതാണ് പ്രതിപക്ഷം അടക്കം ചോദിക്കുന്നത്. RSSും BJPയുമായി മുഖ്യമന്ത്രി നടത്തുന്ന ധാരണകളുടെ ഭാഗമായിട്ടാണ് ഈ കൂടിക്കാഴ്ചകൾ എന്നായിരുന്നു പ്രതിപക്ഷം പ്രധാനമായി ആരോപണം ഉന്നയിച്ചത്. എന്തായാലും ഈ ആരോപണങ്ങളിൽ മേൽ DGPയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടന്നു. ഈ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും അജിത് കുമാറിന്റെ വിശദീകരണം തൃപ്തികരമല്ല എന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് DGP മുഖ്യമന്ത്രിക്ക് നൽകുകയും ചെയ്തത്. അപ്പോൾ അതിന് പിന്നാലെയാണ് അജിത് കുമാറിനെതിരായ നടപടി ഉണ്ടാവുകയും ചെയ്തത്. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം തൃശൂർ പൂരം കലക്കലാണ്. ഈ തൃശൂർ പൂരം കലക്കലിൽ അജിത് കുമാറിന് പങ്കുണ്ട് എന്നതാണ് പ്രധാന ആരോപണം. CPIയുടെ തന്നെ വലിയ എതിർപ്പിന് കാരണമായ വിവാദം കൂടിയാണ് തൃശൂർ പൂരം അലങ്കോലമായ വിഷയം. അതിന് പിന്നിൽ അജിത് കുമാറിന്റെ കരങ്ങളുണ്ടെന്ന് അവരും പലപ്പോഴായി എടുത്തു പറയാതെ പറയുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ്. എന്തായാലും പൂരം അലങ്കോലമാക്കി അത് രാഷ്ട്രീയ നേട്ടമാക്കിക്കൊണ്ട് സുരേഷ് ഗോപി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വിജയിച്ചു എന്ന് തന്നെയാണ് CPM കരുതുന്നത്. അപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് അജിത് കുമാറാണെന്ന് പറയാൻ അതിന് നിരവധി കാരണങ്ങളുമുണ്ട്. കാരണം പൂര ദിവസം അജിത് കുമാർ പൂരനഗരിയിൽ എത്തിയിരുന്നു. ചില നിർദ്ദേശങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ നൽകുകയും ചെയ്തിരുന്നു എന്നാണ്. അപ്പോൾ പൂരത്തിലെ അനാവശ്യ നിയന്ത്രണങ്ങളും അന്ന് പോലീസ് സ്വീകരിച്ച ചില തീരുമാനങ്ങളൊക്കെ എടുത്തത് അന്നത്തെ കമ്മീഷണറായിരുന്ന അങ്കിത് അശോകന്റെ തീരുമാനപ്രകാരം മാത്രമല്ല, അജിത് കുമാറിന് കൂടി പങ്കുണ്ട് എന്നതാണ് പ്രധാനമായി ഉയരുന്ന വിമർശനം. എന്തായാലും ഈ പരാതിയിൽ അജിത് കുമാർ ആദ്യം ഒരു പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചിരുന്നു. പക്ഷേ ആ റിപ്പോർട്ട് അതിൽ കൂടുതൽ തുടരന്വേഷണം വേണമെന്നൊരു ശുപാർശയാണ് DGP നൽകിയത്. അപ്പോൾ അതിന് പിന്നാലെയാണ് ഒരു ത്രിതല അന്വേഷണം പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നു വരുന്നത്. മറ്റൊന്ന് സ്വർണ്ണക്കടത്ത് ബന്ധമാണ്. നിലമ്പൂർ MLA PV അൻവറാണ് ഈ ഒരു ആരോപണം MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. കരിപ്പൂരിലടക്കം നടക്കുന്ന സ്വർണ്ണക്കടത്ത് മാഫിയുമായി അജിത് കുമാറിന്റെ ബന്ധമുണ്ട്. അത് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുമായി ചേർന്നുകൊണ്ട് ഈ സ്വർണം പൊട്ടിക്കലടക്കം നടക്കുന്നു. അതിന് MR അജിത് കുമാർ നേതൃത്വം നൽകുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ PV അൻവർ MLA ഉന്നയിച്ചിട്ടുണ്ട്. മറ്റൊന്ന് അനധികൃത സ്വത്ത് സമ്പാദനമാണ്. കവടിയാർ കൊട്ടാരത്തിന് സമീപത്ത് കോടികൾ ചെലവഴിച്ചുകൊണ്ട് വലിയൊരു ബംഗ്ലാവ് തന്നെയാണ് MR അജിത് കുമാർ പണിയുന്നത്. അപ്പോൾ അതടക്കം അന്വേഷിക്കണമെന്ന ആവശ്യം പരാതി PV അൻവർ MLA നൽകിയിരുന്നു. അതിൽ ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നടക്കുകയും ചെയ്യുന്നുണ്ട്. മാമി തിരോധനമാണ്. അതിൽ MR അജിത് കുമാറിന്റെ പങ്കാണ് മറ്റൊരു ആരോപണം. PV അൻവർ MLA തന്നെയാണ് ഉന്നയിച്ചത്. കാണാതായ മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനത്തിന് പിന്നിലും MR അജിത് കുമാറിന് പങ്കുണ്ട് എന്ന ആരോപണം ബലപ്പെട്ടതാണ്. ഇനിയിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ത്രിതല അന്വേഷണമാണ്. പൂരം കലക്കലിൽ ത്രിതല അന്വേഷണം നടക്കുന്നുണ്ട്. ADGPക്കെതിരായ വീഴ്ചകൾ അത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. പൂരം അട്ടിമറിയിലെ ഗൂഢാലോചന ക്രൈംബ്രാഞ്ച് മേധാവി അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഇന്റലിജൻസ് മേധാവിയും അന്വേഷണം നടത്തുന്നുണ്ട്. അങ്ങനെ 3 അന്വേഷണങ്ങളാണ് തൃശൂർ പൂരം കലക്കലിൽ നടക്കുന്നത്. ത്രിതല അന്വേഷണമാണ് നടക്കുന്നത്. മറ്റൊന്ന് വിജിലൻസ് അന്വേഷണമാണ്. അത് MR അജിത് കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ചാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നടക്കുന്നത്. ഈ ആരോപണങ്ങളും അന്വേഷണങ്ങളും എല്ലാം നിലനിൽക്കെയാണ് സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത്. ആരോപണങ്ങൾക്കൊടുവിൽ നേരത്തെ അത് CPI അടക്കം വലിയ എതിർപ്പ് ഉന്നയിച്ചപ്പോൾ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നേരത്തെ നീക്കിയെങ്കിലും ഇപ്പോൾ സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നു. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിവാദമായിരിക്കുന്നത്. പ്രതിപക്ഷമടക്കം അത് എടുത്തുന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. സ്ഥാനക്കയറ്റത്തോടുകൂടി സേനയിലെ അതിശക്തനായി MR അജിത് കുമാർ തിരിച്ചു വരികയാണോ എന്നതാണ് ചോദ്യം. അതുപോലെ തന്നെ മന്ത്രിസഭാ യോഗം ഈ ശുപാർശ അംഗീകരിച്ചപ്പോൾ അതിൽ CPIക്ക് എതിർപ്പുണ്ടായിരുന്നില്ലേ? ഇനിയിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിജിലൻസ് അന്വേഷണം, ത്രിതല അന്വേഷണം, ഈ അന്വേഷണങ്ങളുടെയൊക്കെ ഭാവി എന്താകും? നോക്കാം. തിരുവനന്തപുരത്ത് നിന്ന് ഹരിമോഹൻ വിശദീകരിക്കും. അദാലത്ത് വഴിയല്ലെങ്കിലും ADGP MR അജിത് കുമാറിന് കരുതലും കൈത്താങ്ങുമാവുകയാണ് സംസ്ഥാന സർക്കാർ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകാൻ വഴിയില്ല. കാരണം അത്രത്തോളം സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അജിത് കുമാറിനെ സംസ്ഥാന സർക്കാർ സംരക്ഷിക്കുന്നതും ഒപ്പം തന്നെ അജിത് കുമാറിനെ പരമാവധി കൊടുക്കാൻ കഴിയുന്നതെല്ലാം കൊടുക്കാനും സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. ഏറ്റവും ഒടുവിലായി DGP റാങ്ക് പട്ടികയിലേക്ക് ഇടം പിടിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും പരവതാനി ഇട്ടുകൊടുത്താണ് സർക്കാർ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അജിത് കുമാറിന് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. മന്ത്രിസഭാ യോഗം അംഗീകരിച്ചിരിക്കുന്നു ഒരു ശുപാർശ. അതായത് MR അജിത് കുമാറിന് DGP റാങ്ക് പട്ടികയിലേക്ക്
ഇടം പിടിക്കാനുള്ള ഒരു ശുപാർശ അത് നൽകിയത് IPS സ്ക്രീനിംഗ് കമ്മിറ്റിയായിരുന്നു. ആ ശുപാർശ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് വേണമെങ്കിൽ ഒരു സാങ്കേതികത പറയാം. സാധാരണ IPS സ്ക്രീനിംഗ് കമ്മിറ്റി നൽകുന്ന ശുപാർശകളെല്ലാം തന്നെ അംഗീകരിക്കുകയാണ് മന്ത്രിസഭാ യോഗം ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇതിനകത്ത് IPS സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ആരൊക്കെയാണുള്ളത്? IPS സ്ക്രീനിംഗ് കമ്മിറ്റി എന്തുകൊണ്ട് അത്തരമൊരു ശുപാർശ സർക്കാരിലേക്കും തുടർന്ന് UPSലേക്കും നൽകാൻ തീരുമാനിക്കുന്നു എന്നുള്ളത് കൂടി ഒരു ചോദ്യമായിട്ട് നിലനിൽക്കുന്നു. കാരണം IPS സ്ക്രീനിംഗ് കമ്മിറ്റിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആൾ അല്ലെങ്കിൽ അതിന് അധ്യക്ഷത വഹിക്കുന്ന ആളെന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറിയാണ്. രണ്ടാമതായുള്ളത് സംസ്ഥാന പോലീസ് മേധാവിയാണ്. മറ്റൊന്ന് ആഭ്യന്തര സെക്രട്ടറിയാണ്. മറ്റൊരാൾ വിജിലൻസ് മേധാവിയാണ്. അതായത് എല്ലാം സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന സംസ്ഥാന ഏജൻസികളുടെ തലപ്പത്തുള്ള ആളുകൾ മാത്രമാണ് സംസ്ഥാനത്തെ IPS സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ എന്ത് തീരുമാനമെടുക്കുന്നോ അല്ലെ സംസ്ഥാന സർക്കാരിന്റെ നയം എന്താണോ അത് തന്നെ നടപ്പിലാക്കുകയാണ് IPS സ്ക്രീനിംഗ് കമ്മിറ്റി വഴിയും ചെയ്യുക. സർക്കാരിന്റെ നിലപാട് തന്നെയാണ് ചീഫ് സെക്രട്ടറി ഈ സ്ക്രീനിംഗ് കമ്മിറ്റിയിലും അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് അന്വേഷണം കൊണ്ട് മാത്രം ഒരാളെ മാറ്റി നിർത്താൻ കഴിയില്ല. അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിക്കുകയോ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയോ ഒക്കെ തന്നെ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ചില സാങ്കേതിക വശങ്ങൾ സുപ്രീം കോടതി ഉത്തരവ് വരെ ഉദ്ധരിച്ചുകൊണ്ട് മുന്നോട്ട് കാണിച്ചിരിക്കുകയാണ് ചീഫ് സെക്രട്ടറി. ഒപ്പം തന്നെ വിജിലൻസ് മേധാവിയും. വിജിലൻസ് അന്വേഷണം, അതായത് താൻ മേൽനോട്ടം വഹിക്കുന്ന വിജിലൻസ് അന്വേഷണം പോലും DGP റാങ്ക് പട്ടികയിൽ ഇടം പിടിക്കാൻ അജിത് കുമാറിന് ഒരു തടസ്സമാകില്ല എന്നുള്ളതാണ് വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്തയുടെ വരെ കണ്ടെത്തൽ. ഈ ശുപാർശ, അതായത് IPS സ്ക്രീനിംഗ് കമ്മിറ്റി അംഗീകരിച്ച ശുപാർശ നേരെ മന്ത്രിസഭാ യോഗത്തിൽ വരുന്നു. മന്ത്രിസഭാ യോഗം പതിവ് പോലെ അത് അംഗീകരിക്കുന്നു. തികച്ചും യാന്ത്രിക സ്വഭാവത്തോടു കൂടിയുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യമായി വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം. പക്ഷേ IPS സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ സ്വഭാവവും അത് മന്ത്രിസഭാ യോഗത്തിൽ എത്തുന്ന വിധവും ഒക്കെ പരിശോധിക്കുമ്പോൾ അതിനകത്ത് സർക്കാരിന്റെ നിലപാടും നയവും ഒക്കെ ഉണ്ട് എന്നുള്ളത് കൂടി വ്യക്തമാവുകയാണ്. ഇനി എങ്ങനെയാണ് അജിത് കുമാറിന്റെ ഭാവി സാധ്യതകൾ എന്ന് പരിശോധിക്കുമ്പോഴാണ് ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യങ്ങൾ വരിക. അതായത് അജിത് കുമാറിനെതിരെ വലിയ മുറവിളികൾ കൊണ്ടിരുന്ന ഒരു ഘട്ടമുണ്ടായി. CPI വരെ രംഗത്ത് വന്നിരുന്ന ഒരു ഘട്ടം. ആ ഘട്ടം വന്നപ്പോഴാണ് അജിത് കുമാറിനെതിരെ ഒരു നടപടിയെടുത്ത് ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് മാറ്റി ബറ്റാലിയൻ ADGPയിലേക്ക് മാത്രം ഒതുക്കാനായി സർക്കാർ തീരുമാനിക്കുന്നത്. അപ്പോഴും ഒരു തരത്തിലുള്ള അച്ചടക്ക നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. സസ്പെൻഷന് സർക്കാർ തയ്യാറായിട്ടില്ല. സ്ഥാനമാറ്റം അച്ചടക്ക നടപടിയായി വിലയിരുത്തുകയോ ഉത്തരവിൽ രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. കാരണം അത് അങ്ങനെ ഒരു സർവീസ് റെക്കോർഡിൽ ഒരു ബ്ലാക്ക് മാർക്ക് വീണ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഭാവിയിൽ DGP റാങ്ക് പട്ടികയിലേക്ക് വരേണ്ട ഒരാളുടെ സാധ്യതകൾ അടയ്ക്കുന്നത് കൂടിയാവും എന്ന് സർക്കാരിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു ബ്ലാക്ക് മാർക്ക് ഒരു രേഖയിലും ഉണ്ടാകാതിരുന്നതും സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കാതിരുന്നതും. അതുകൊണ്ട് തന്നെ ഇനി അജിത് കുമാറിന് വഴി തെളിയുന്നത് ഒരു പക്ഷേ സാധ്യതയാണ്. അതൊരു പക്ഷേ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് വരെയാണ് എന്നുള്ളതാണ്. DGP റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചത് കൊണ്ട് തന്നെ അടുത്ത സംസ്ഥാന പോലീസ് മേധാവിയാകാനുള്ള സംസ്ഥാനം കൊടുക്കുന്ന ഒരു പട്ടികയുണ്ട് ആ UPSCക്ക്, കേന്ദ്ര സർക്കാരിന്. ആ പട്ടികയിൽ അജിത് കുമാറിന് ഇടം പിടിക്കാൻ കഴിയും. കാരണം അടുത്ത ജനുവരി ഫെബ്രുവരിയോട് കൂടിയാണ്, പരമാവധി പോയാൽ ഏപ്രിൽ മാസത്തോടു കൂടിയാണ് മനോജ് എബ്രഹാം DGP ആവുക. അത് നിലവിൽ പത്മകുമാർ വിരമിക്കുന്ന ഒഴിവിലാണ് അത് വരിക. അതായത് ഇപ്പോൾ അദ്ദേഹം ഫയർഫോഴ്സ് മേധാവി പത്മകുമാർ. ആ ഒഴിവിൽ മനോജ് എബ്രഹാം സീനിയോറിറ്റി അനുസരിച്ച് DGP റാങ്ക് പട്ടികയിൽ വരുന്നു. പക്ഷേ ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് മാസമൊക്കെ അങ്ങനെ സർക്കാരിന്റെ തലോടലോടുകൂടി DGP ആകാൻ പോവുകയാണ് MR അജിത് കുമാർ. അധികം വൈകാതെ തന്നെ ഇനി സംസ്ഥാന പോലീസ് സേനയുടെ തലപ്പത്തേക്ക് കൂടി MR അജിത് കുമാർ എത്തുമോ എന്ന ചോദ്യം കൂടിയുണ്ട്. അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം.